ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ മഹദി തിരുമേനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അവരുടെ സ്വപ്നങ്ങൾ തിരുമേനിയിൽ ലയിച്ചു ചേർന്നു. അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ മറ്റൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നില്ല. പണവും തറവാടിത്തവും യോഗ്യതയും പ്രസിദ്ധിയും എല്ലാം ഒത്തിണങ്ങിയ ഖദീജ ഗർവോ അഹംഭാവമോ കാണിക്കാതെ അനുസരണത്തോടും ത്യാഗബുദ്ധിയോടും കൂടി 1/4 നൂറ്റാണ്ടുകാലം അദ്ദേഹത്തോടൊപ്പം ജീവിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ ബീവി കരുണാർദ്രയായ മാതാവും സ്നേഹസമ്പന്നയായ ഭാര്യയും ത്യാഗസന്നദ്ധതയുള്ള രക്ഷാകർത്രിയും പ്രയാസങ്ങളിലെ സ്വാന്തനവുമായിരുന്നു. ആദ്യത്തെ 15 കൊല്ലം പ്രശാന്തവും ആനന്ദപ്രദവുമായിരുന്നു ജീവിതം. തൻ്റെ ജനനത്തിനു മുമ്പേ മരിച്ച പിതാവിൻ്റെയും 6ാം വയസ്സിൽ നഷ്ടപ്പെട്ട മാതാവിൻ്റെയും അഭാവം തിരുമേനി അറിഞ്ഞില്ല. സദ്ഗുണസമ്പന്നനായ പുരുഷനെ ഭർത്താവായി ലഭിച്ച ഖദീജയ്ക്ക് വൈധവ്യത്തിൻ്റെ വേദനിപ്പിക്കുന്ന ഓർമ്മകളും അയവിറക്കേണ്ടി വന്നില്ല. രമ്യവും സമൃദ്ധവുമായ കുടുംബജീവിതം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മരണാനന്തരം വിരഹവേദന അനുഭവിക്കുന്ന തിരുമേനിയുടെ മുമ്പിൽ ഖൗല ബിന്ത് ഹക്കീം വിവാഹ നിർദ്ദേശം അവതരിപ്പിച്ചപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയുണ്ടായി, ഖദീജയെ പോലെ ആരുണ്ട് എന്ന്. അദ്ദേഹം ചോദിച്ചതിൽ നിന്നും ആ മഹദിയുടെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സെയ്ദ് ബിൻ ഹാരിസയോടുള്ള സ്നേഹം കണ്ടപ്പോൾ തൻ്റെ ആ അടിമയെ ഖദീജ തിരുമേനിക്ക് ദാനമായി നൽകി. ദാരിദ്ര്യത്തിൽ നെരിഞ്ഞമരുന്ന അബൂ ത്വാലിബിന്റെ ഒരു മകന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ ഭർത്താവിന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അലിയെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചും ഓമനിച്ചും അവർ വളർത്തി. ഇതുവഴി തിരുമേനിയുടെ സ്വഭാവ ഗുണങ്ങൾ അടുത്തറിയാനും ഇസ്ലാമിന്റെ ഉദയത്തിൽ തന്നെ അതിന്റെ നെടും തൂണുകളായി തീരാനും ഈ 2 വ്യക്തികൾക്കും സൗകര്യം കിട്ടി. ഭർത്താവിന്റെ താല്പര്യം മനസ്സിലാക്കി തദനുസൃതം പ്രവർത്തിക്കാൻ ഖദീജ വളരെയധികം ഉത്സാഹം കാണിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ ദാമ്പത്യവല്ലേരിയിൽ പൂക്കളും വിരിഞ്ഞു. ഖാസിം, അബ്ദുള്ള എന്നീ പുത്രന്മാരായിരുന്നു അവർക്ക് ജനിച്ചത്. പക്ഷെ അള്ളാഹുവിൻ്റെ പരീക്ഷണമെന്ന് പറയട്ടെ, അവർ ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പിന്നെയും അവർക്ക് കുട്ടികൾ ജനിച്ചു. സൈനബ്, റുഖിയ, ഉമ്മു കുൽസും, ഫാത്തിമ എന്നീ പുത്രിമാർ സംഭവബഹുലമായ ജീവിതം നയിച്ചവരാണ്. പ്രായം 40നോടടുത്തപ്പോൾ തിരുമേനിക്ക് ഏകാന്തവാസം പഥ്യമായി തീർന്നു. ഇടയ്ക്കിടെ മക്കയിലെ ബഹളത്തിൽ നിന്നും വിട്ടുമാറി ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം ധ്യാനത്തിലും ചിന്തയിലും മുഴുകിയിരിക്കും. ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങൾ വെച്ചു പുലർത്തുന്ന അന്ധവിശ്വാസങ്ങളും കാട്ടിക്കൂട്ടുന്ന അനാചാരങ്ങളും നാട്ടിലും അയൽദേശങ്ങളിലും നടമാടുന്ന വിഗ്രഹാരാധനയും ഏകനായ അള്ളാഹുവെ ആരാധിക്കാൻ ഇബ്രാഹിം നബി നിർമ്മിച്ച കാബയിൽ നിരത്തിവെച്ച പ്രതിഷ്ഠകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസ്വസ്ഥനാക്കിയിരുന്നു. ഈ സമയത്ത് ഭർത്താവിൻ്റെ വേർപാട് അസഹ്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഖദീജ ഒരിക്കലും വിലങ്ങുതടിയായില്ല. ഏകാന്തവാസത്തിന് പോകുമ്പോൾ ഭക്ഷണപ്പൊതി തയ്യാറാക്കി കൊടുക്കും. ഭർത്താവിനെ ഓർത്ത് ദിവസങ്ങൾ തള്ളി നീക്കും. അങ്ങനെയിരിക്കെ ഒരു റമളാനിനാണ് അത് സംഭവിച്ചത്. പ്രഭാതം പൊട്ടിവിടരുന്നതേയുള്ളൂ. മക്ക നിദ്രയിലാണ്. ഹിറാ ഗുഹയിൽ നിന്നും തിരുമേനി പേടിച്ചു വിറച്ച് വീട്ടിൽ ഓടിയെത്തി. വിളറി വെളുത്ത മുഖം, ശരീരം വിറക്കുന്നുണ്ട്. ഖദീജയുടെ മുറിയിൽ കയറിയപ്പോൾ രക്ഷാസങ്കേതത്തിൽ എത്തിയ ആശ്വാസം. എന്നെ പുതപ്പിട്ടു മൂടൂ, എന്നെ പുതപ്പിട്ടു മൂടൂ. അത് പറയുമ്പോൾ പേടി കൊണ്ട് സ്വരം ഇടറിയിരുന്നു. ഖദീജ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതച്ചു കൊടുത്തു. അല്പം മയങ്ങി ഭയം നീങ്ങിയപ്പോൾ സഹധർമ്മിണിയെ തിരുമേനി സംഭവം അറിയിച്ചു. ഹിറാ ഗുഹയിൽ കഴിയുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് വന്നതും വായിക്കാൻ ആവശ്യപ്പെട്ടതും വായന വശമില്ലെന്നറിയിച്ചപ്പോൾ ശ്വാസം മുട്ടുമെന്ന് തോന്നുമാറ് ആലിംഗനം ചെയ്തതും ഒടുവിൽ യഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ദിവ്യ സന്ദേശം ഓതിത്തരികയും താൻ അത് മനഃപ്പാഠമാക്കുകയും ചെയ്ത ശേഷം ജിബ്രീൽ അപ്രത്യക്ഷനായതും വിശദമായി കേൾപ്പിച്ച ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് വല്ല ആപത്തും സംഭവിക്കുമോ എന്ന് ഞാൻ ഭയന്നുപോയി. ഈ സമയം ബുദ്ധിമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ധൈര്യപ്പെടുത്തി, ഇല്ല, അള്ളാഹു ഒരിക്കലും അങ്ങയെ കൈയൊഴിയുകയില്ല. അങ്ങ് കുടുംബബന്ധം നിലനിർത്തുന്നു, അതിഥിയെ സൽക്കരിക്കുന്നു, അവശനെ സഹായിക്കുന്നു, പാവപ്പെട്ടവനെ രക്ഷിക്കുന്നു, സത്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളെ പിന്തുണക്കുന്നു. ഈ ആശ്വാസവചനങ്ങൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശങ്കയെ ഒട്ടാകെ നീക്കാൻ സഹായിച്ചു.
ഇൻഷാ അല്ലാ ഇനി ഈ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.